പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, SSLC റിസൾട്ട് വന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ഇരിക്കുന്ന സമയം. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദനങ്ങളും സ്നേഹോപഹാരങ്ങളും തേടിയെത്തുന്ന സമയം. എന്നിരുന്നാലും SSLCക്ക് ശേഷം എന്ത് പഠിക്കണം എന്ന ഒരു ചോദ്യം എല്ലാവരും വളരെ പ്രസക്തമാണ്. അതിന് ഒരു ഉത്തരം നൽകാൻ ശ്രമമാണ് ഈ വീഡിയോ. പ്ലസ് ടു ഏത് സ്ട്രീം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിലുള്ള പ്രധാന ചോദ്യം. നിങ്ങളുടെ അഭിരുചി, കഴിവ്, താല്പര്യങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് വേണം ഓരോ സ്ട്രീം തിരഞ്ഞെടുക്കാൻ. തെറ്റായ സ്ട്രീം സെലക്ഷൻ നിങ്ങളുടെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതിനാൽ സ്ട്രീം സെലക്ഷന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. MBBS, BAMS, BHMS, BDS, BUMS, BTech, BSc അഗ്രികൾച്ചർ, BSc നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിലേക്കെല്ലാം സയൻസ് സ്ട്രീം എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോകാവുന്നതാണ്. നീറ്റ്, കീമ്, നെസ്റ്റ്, JEE തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾ എഴുതണമെങ്കിലും സയൻസ് സ്ട്രീം പഠിച്ചിരിക്കും. അടുത്തത് കൊമേഴ്സ് സ്ട്രീം. ബിസിനസ്, ബാങ്കിംഗ്, അക്കൗണ്ടിംഗ്, ഫിനാൻസ്, കോർപ്പറേറ്റ് സെക്ടർ തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുക്കാവുന്നതാണ്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി എന്നിവ അതിലൊരു പ്രധാനപ്പെട്ട പാഠ്യവിഷയങ്ങളാണ്. ഹ്യൂമാനിറ്റീസ് സ്ട്രീം. ചരിത്രം, രാഷ്ട്രതന്ത്രം, സാഹിത്യം, ഭാഷ തുടങ്ങിയ മാനവിക സാമൂഹിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഈ സ്ട്രീം തിരഞ്ഞെടുക്കാവുന്നതാണ്. സിവിൽ സർവീസ്, ജേർണലിസം തുടങ്ങിയ അനവധി മേഖലകളിൽ ഈ സ്ട്രീം പഠിക്കുന്ന കുട്ടികൾക്ക് അധ്യാപനം ഉൾപ്പെടെ ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഓരോ സ്ട്രീമും സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ചില പ്രധാന കോഴ്സുകളും കരിയർ സാധ്യതകളും ഏതെല്ലാമാണെന്ന് നോക്കാം. സയൻസ് സ്ട്രീം. ശാസ്ത്ര മേഖലകളിലും മെഡിസിൻ, ഗവേഷണം, IT തുടങ്ങിയ മേഖലകളിലെല്ലാം താല്പര്യമുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്ട്രീമാണ് സയൻസ് സ്ട്രീം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നിവയാണ് പ്രധാന പാഠ്യവിഷയങ്ങൾ. സയൻസ് സ്ട്രീമിന്റെ കരിയർ സാധ്യതകൾ എന്തൊക്കെ? ഡോക്ടർ, എഞ്ചിനീയർ, നഴ്സ്, ഫാർമസിസ്റ്റ്, അഗ്രികൾച്ചർ ഓഫീസർ എന്നിവയെല്ലാം സയൻസ് സ്ട്രീമിന്റെ കരിയർ സാധ്യതകളാണ്. പ്ലസ് ടു കൊമേഴ്സ് സ്ട്രീമിന് ശേഷം പഠിക്കാവുന്ന കോഴ്സുകൾ ഏതൊക്കെ? BCom, BBA, BBM, MBA എന്നിവയും CA, CMA, CS, ACCA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളും പ്ലസ് ടു കൊമേഴ്സ് സ്ട്രീമിന് ശേഷമുള്ള കോഴ്സുകളാണ്. പ്ലസ് ടു കൊമേഴ്സ് സ്ട്രീമിന്റെ കരിയർ സാധ്യതകൾ എന്തൊക്കെ? ബാങ്കർ, അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടന്റ് എന്നിവയെല്ലാം പ്ലസ് ടു കൊമേഴ്സ് സ്ട്രീമിന്റെ സാധ്യതകളാണ്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന് ശേഷം പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്, മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദ പഠനം നടത്താവുന്നതാണ്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന്റെ കരിയർ സാധ്യതകൾ എന്തെല്ലാം? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, അധ്യാപകർ, പത്രപ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെല്ലാം പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന്റെ കരിയർ സാധ്യതകളാണ്. VHSC. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പഠനശാഖയാണ് VHSC. ഇത് സൈദ്ധാന്തിക പഠനത്തോടൊപ്പം തൊഴിൽപരമായ മേഖലയിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു. വിദ്യാർത്ഥികളെ തൊഴിൽ പരിശീലനം നൽകുന്നതോടൊപ്പം തന്നെ തൊഴിൽ കമ്പോളത്തിന് അനുയോജ്യരാക്കാനും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സഹായിക്കുന്നു. പ്രധാനപ്പെട്ട VHSC കോഴ്സുകൾ: ടൂറിസം, ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെന്റ്, ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ, ഫാഷൻ ഡിസൈനിങ്, ലാബോറട്ടറി ടെക്നീഷ്യൻ, അക്കൗണ്ടൻസി ആൻഡ് ടാക്സേഷൻ ഇതെല്ലാം പ്രധാനപ്പെട്ട VHSC കോഴ്സുകളാണ്. VHSC കോഴ്സിന്റെ സാധ്യതകൾ എന്താണ്? VHSC കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കും. മാത്രമല്ല, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും VHSC വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഡിപ്ലോമ, ബിരുദ പഠനങ്ങൾക്കും VHSC വിദ്യാർത്ഥികൾക്ക് സാധ്യതയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു അവസരമാണ് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ. 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ എഞ്ചിനീയറിംഗ്, ടെക്നോളജി മേഖലയിൽ ഡിപ്ലോമ നേടാൻ പോളിടെക്നിക് കോഴ്സുകൾ സഹായിക്കുന്നു. സാധാരണയായി 3 വർഷമാണ് പോളിടെക്നിക് കോഴ്സുകൾ. പ്രധാനപ്പെട്ട പോളിടെക്നിക് കോഴ്സുകൾ ഏതൊക്കെ? സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയാണ് പ്രധാനപ്പെട്ട പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾ.
പോളിടെക്നിക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിൽ സൂപ്പർവൈസർ, ടെക്നീഷ്യൻ, ട്രേഡ്സ്മാൻ തുടങ്ങിയ കരിയർ സാധ്യതകളുണ്ട്. കൂടാതെ ലാറ്ററൽ എൻട്രി വഴി ബിടെക് 2ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാനും പോളിടെക്നിക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ മറ്റൊരു സാധ്യതയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഥവാ ITIകൾ. തൊഴിൽപരമായ നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്നവയാണ് ITIകൾ. കുറഞ്ഞ കാലയളവിൽ ഒരു തൊഴിൽപരമായ വികസനത്തിന് ITIകൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ, ടർണർ, മെക്കാനിസ്റ്റ്, പ്ലംബർ, ഡ്രാഫ്റ്റ്സ്മാൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റന്റ് എന്നിവയെല്ലാം വിവിധ ITI ട്രേഡുകളാണ്. ITI കോഴ്സിന്റെ സാധ്യതകൾ എന്താണ്? ITI കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിവിധ വ്യവസായശാലകൾ, വർക്ക്ഷോപ്പുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ സ്വയം തൊഴിൽ തുടങ്ങുന്നതിനും ITI കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ സുപ്രധാന ഘട്ടത്തിൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്കും അഭിരുചിക്കും അനുസരിച്ചുള്ള ഒരു പഠന ശാഖ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. SSLCക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നത്. ഓരോ കോഴ്സിന്റെയും സാധ്യതകളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കുകയും ചെയ്യുക. ആവശ്യമെങ്കിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായം തേടാൻ മടിക്കരുത്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.